കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മാറ്റി വാങ്ങാം. വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതും മാറ്റി വാങ്ങാം. ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകാം. ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതിനും സാധ്യതകളുണ്ട്. പക്ഷേ ജീവിതം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജീവിതം മാറ്റി വാങ്ങാനൊരു ഓപ്ഷൻ ഉണ്ടോ? എന്താണ് ഇതൊക്കെ പറഞ്ഞതെന്നല്ലേ? ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ, സെപ്റ്റംബർ 10. എന്തൊക്കെയാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്? വിഷാദം, വിഷമം, വിഷാദ രോഗം, അപമാനം, ദുരഭിമാനം, ജീവിതത്തിലെ നഷ്ടങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങൾ. കൂടാതെ ചില സൈക്കോട്ടിക് കണ്ടീഷൻസ്, ഡെലൂഷൻസ്, അന്ധവിശ്വാസങ്ങൾ, ഇത്തരം പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാം. നമുക്ക് ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരാൾ ഗ്ലൂമി ആയിരിക്കുക, വിഷമത്തോടെ സംസാരിക്കുക, നഷ്ടബോധത്തോടെ സംസാരിക്കുക. ഇപ്പോൾ ആധുനിക ലോകത്തിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകൾ ഇടുക, വിഷമമുള്ള സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകൾ ഇടുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാം. എന്ത് പറ്റി എന്നൊരു ചോദ്യം പോലും അവരെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അവരെ കൃത്യമായി മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ആത്മഹത്യാ പ്രവണത നിങ്ങൾക്കുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് ജീവിതത്തോട് താല്പര്യമില്ലായ്മ, ജീവിതം എന്തിന് എന്നറിയായിക, ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതെ വരിക, ഇത്തരം ചിന്തകൾ നമ്മളെ നിരന്തരമായി വേട്ടയാടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരം സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് പരിഹാരം കണ്ടെത്താൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുക. യുവർ ലൈഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഇൻ യുവർ ലൈഫ്. അത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും.